ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മളിത് നോക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഭാഗമാണ്. ആദ്യമായിട്ട് നോക്കുന്നത് പിയറി. എന്താണ് പിയറി നോക്കാം. ലോകത്തിന്റെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നതാണ് പിയറി. അപ്പൊ ഇത് എവിടെയാണ് സ്ഥിതി എന്ന് നോക്കൂ. വടക്കേ അമേരിക്കയിലെ ഒരു മീതോഷ്ണ പുൽമേടാണ് പിയറി പുൽമേടുകൾ. ലോകത്തിലെ ധാന്യ കലവറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് പിയറി എന്ന് ഓർത്തു വയ്ക്കുക. അമേരിക്കയിലും കാനഡയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ വിശാല പുൽമേടിലെ ഏകദേശം 2 ദശലക്ഷം ഏക്കർ ഭൂമിയിലാണ് ഇന്ന് വാണിജ്യ അടിസ്ഥാനത്തിൽ ധാന്യ കൃഷി ചെയ്തു വരുന്നത്. ഗോതമ്പാണ് പ്രധാന വിള. അപ്പൊ ഇതില് പേറിയിലെ പ്രധാന വിള ഏതെന്ന് വെച്ചാൽ അത് ഗോതമ്പാണെന്ന് ഓർത്തു വയ്ക്കുക. മിതമായ താപനിലയും മഴ ലഭ്യതയും ഫലഭൂയിഷ്ഠമായ മണ്ണും ഈ പ്രദേശത്തെ ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായി തീരുന്നു. വൻതോതിൽ ഗോതമ്പ് ഉൽപാദനത്തിൽ പേറി പുൽമേടുകൾ ലോകത്തിലെ ധാന്യ കലവറ എന്ന വിശേഷണത്തിന് അർഹമായത്. ഓക്കെ, ഓർത്തു വയ്ക്കുക. അപ്പൊ പേറി എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? പേറി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ധാന്യ കലവറയാണ്. എവിടെ സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ വടക്കേ അമേരിക്കയിലാണ്. എവിടെയൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്നു? കാനഡയിലും അതുപോലെ തന്നെ അമേരിക്കയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തു വയ്ക്കുക. പ്രധാന വിള ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗോതമ്പാണ് പ്രധാന വിള എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇത് ഏറ്റവും ഫലഭൂയിഷ്ഠവും അതുപോലെ തന്നെ മിതമായ താപനിലയും മഴ ലഭ്യതയുമാണ് ഈ ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായിട്ട് ഏത് മാറിയത്? പ്രയറി മാറിയത് എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഹരിതഗ്രഹ പ്രഭാവവും ആഗോള താപനവുമാണ്. സ്ഥിരം PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ ചില വാതകങ്ങൾ സൂര്യതാപം അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ളവയാണ്. കാർബൺ ഡയോക്സൈഡും നൈട്രസ് ഓക്സൈഡും ഇത്തരം വാതകങ്ങളാണ്. ഇതിനെ ഹരിതഗ്രഹ വാതകങ്ങൾ അഥവാ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നറിയപ്പെടുന്നു. ഹരിതഗ്രഹ വാതകങ്ങൾ സൂര്യപ്രകാശത്തെ ഭൂമിയിലേക്ക് കടത്തിവിടുകയും ഭൗമ ഉപരിതലത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന ഭൗമ വികിരണം തടഞ്ഞു നിർത്തി അന്തരീക്ഷ ചൂട് നിലനിർത്തുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് അന്തരീക്ഷത്തിന്റെ ഹരിതഗ്രഹ പ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത, മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങൾ ഹരിതഗ്രഹ വാതകങ്ങൾ അധികമായി ഉത്പാദിപ്പിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട്. ഇതുമൂലം അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹ പ്രവാഹം കൂടുതൽ ശക്തമാവുകയും അന്തരീക്ഷ താപനില വർദ്ധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ആഗോള താപനം അഥവാ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാണ്. ഗ്ലോബൽ വാർമിംഗ് ആണ് ആർട്ടിക്കും അന്റാർട്ടിക്കയും പോലുള്ള സ്ഥലങ്ങളിലെ ഐസ് ഉരുകുകയും അതുപോലെ തന്നെ കടലിലെ ജലത്തിന്റെ തോത് വർദ്ധിക്കുന്നതിന് കാരണം ഏതാണ്? ഗ്ലോബൽ വാർമിംഗ് ആണ്. ഓക്കെ, അവിടെ കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെ വ്യവസായശാലകളിലെ മാലിന്യത്തിൽ നിന്നും ഖരമാലിന്യത്തിൽ നിന്നുമൊക്കെയായി ഹരിതഗ്രഹ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ അധികമായി എത്തുന്നു. ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കൂട്ടുന്നു എന്ന കാര്യം കൂടി പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് പ്രധാന ഉച്ചകോടികളും അതുപോലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് വരുന്ന സംഘടനകളും ഒക്കെയാണ് നമുക്ക് നോക്കുന്നത്. ആദ്യമായിട്ട് ലോക കാലാവസ്ഥാ സംഘടന രൂപീകരിച്ച വർഷം 1950 സ്ഥലമെടുത്ത ജനീവയാണ്. പ്രധാന ഉദ്ദേശം കാലാവസ്ഥാ സമ്മേളനം നടത്തുകയാണ്. ലോക കാലാവസ്ഥാ സംഘടനയുടെ ഉദ്ദേശമാണ്. ഒക്കെ ഓർത്തു വയ്ക്കുക. അടുത്ത സ്റ്റോക്ക്ഹോം സമ്മേളനം നടന്നത് 1972 സ്റ്റോക്ക്ഹോമിലാണ്. എന്താണ് പ്രധാന ഇടപെടൽ എന്ന് വെച്ചാൽ പരിസ്ഥിതി പരിപാലനവും വികസനവുമായിരുന്നു ലക്ഷ്യം. അടുത്ത ഭൗമ ഉച്ചകോടി 1992 റിയോ ഡി ജനീറോ. ഓക്കെ, പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന് UN അജണ്ട 21 തയ്യാറാക്കിയത് ഓർത്തു വയ്ക്കുക. UN അജണ്ട 21 തയ്യാറാക്കിയത് ഏതെന്ന് വെച്ചാൽ ഭൗമ ഉച്ചകോടി 1992 റിയോ ഡി ജനീറോയിൽ നടന്നതാണ്. അടുത്ത ക്യോട്ടോ പ്രോട്ടോകോൾ. പ്രീവിയസ് ചോദ്യമാണ്. 1997 ക്യോട്ടോ പ്രോട്ടോകോൾ ക്യോട്ടോയിലാണ് നടന്നത്. അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ നടത്തിയത്. 1997 നൽകിയ. അടുത്ത മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇതെല്ലാം പരിസ്ഥിതി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. കാലാവസ്ഥ മാറ്റത്തിന്റെ ഭാഗമായിട്ട് രൂപീകരിച്ചതാണെന്ന് ഓർത്തു വയ്ക്കുക. 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ സ്ഥലത്ത് ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക അഥവാ CFC ഫ്ലൂറോ കാർബൺ, അതായത് AC-യിൽ നിന്ന് പുറത്തു വരുന്നതെല്ലാം എന്തിന് കാരണമാകുന്നു? ഓസോൺ പാളിക്ക് വിള്ളലിന് കാരണമാകുന്നു എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ അതിന്റെ പരിമിതപ്പെടുത്തുക, അതിന്റെ നാശം വരുത്തുന്ന പദാർത്ഥങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 മോൺട്രിയലിൽ നടന്നത്. അടുത്ത പാരീസ് ഉടമ്പടി 2015 നടന്നത് പാരീസിലാണ്. ആഗോള താപന വർധനവ് കുറയ്ക്കുക. നമുക്കറിയാം, പല പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കത്തിക്കുന്നതിലൂടെയും പുറത്തേക്ക് ഹരിതഗ്രഹ വാതകങ്ങൾ വരുന്നു. അതിന്റെ ഫലമായിട്ട്
അന്തരീക്ഷത്തിലെ താപനില ഉയരുന്നു എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് അതിലുള്ള പ്രശ്നങ്ങളെല്ലാം കുറയ്ക്കുന്ന, അതായത് ആഗോള താപന വർധനവ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് പാരീസ് ഉടമ്പടിയെ 2015 മുന്നോട്ട് വെച്ചത്. അനന്തരഫലങ്ങളോട് പൊരുത്തപ്പെടുവാൻ ലോകരാഷ്ട്രങ്ങളെ സഹായിക്കുക എന്നതാണ് പാരീസ് ഉടമ്പടിയുടെ ലക്ഷ്യമായിരുന്നത്. G20 ഉച്ചകോടി 2023 ഡൽഹിയിലാണ്. ഓർത്തു വയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി, ഹരിത വികസനം, കാലാവസ്ഥ, ധനകാര്യം, സമഗ്ര വികസനം എന്നിവയായിരുന്നു ഏതിന്റെ ഇടപെടൽ? G20 ഉച്ചകോടി 2023 ഡൽഹിയിൽ നടന്നതിന്റെ ഇടപെടൽ എന്നുകൂടി ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത് നോക്കേണ്ടത് നിർവാത മേഖല എന്താണ്? ഡോൾഡ്രം. വർഷം മുഴുവൻ ഉയർന്ന അളവിൽ സൗരോർജം ലഭിക്കുന്നത് മൂലം ഭൂമധ്യരേഖയ്ക്ക് ഉടനീളം താപജന്യമായ ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നു. ഇവിടെ വായുവിന്റെ തിരശ്ചീന സഞ്ചാരം സാധ്യമാകുന്നില്ല. നിർവാത മേഖല എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത്. ഓർത്തോക്ക, നിർവാത മേഖല അതായത് ഇക്വേറ്ററിനടുത്ത് എന്ത് ചെയ്യും? ഇക്വേറ്റർ നമുക്കറിയാം സെൻട്രലാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത്? സൺലൈറ്റ് ഏറ്റവും കൂടുതൽ എത്തുന്നത്. വർഷം തോറും മുഴുവൻ ഉയർന്ന അളവിൽ സൗരോർജം ലഭിക്കുന്ന ഭൂമധ്യരേഖയ്ക്ക് ഉടനീളം താപജന്യമായ ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നു. ഇവിടെയാണ് താപം കൂടി ചേർന്ന ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? തിരശ്ശീല സഞ്ചാരം സാധ്യമാകുന്നില്ല. ഇവിടെ വായുവിന്റെ തിരശ്ശീല സഞ്ചാരം സാധ്യമാകുന്നില്ല. ഇതിനാണ് നിർവാത മേഖല. ഈ മേഖല അറിയപ്പെടുന്ന നിർവാത മേഖല എന്ന് ഓർത്തു വയ്ക്കാം. ഒരു അർദ്ധഗോളങ്ങളിലും ഭൂമധ്യരേഖാ പ്രദേശത്തും വീശുന്ന വാണിജ്യവാതകങ്ങളുടെ സംയോജന മേഖല കൂടിയാണ് എന്ന് പറയുന്നത് ഈ നിർവാത മേഖല എന്നും കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത് നോക്കേണ്ടത് പിഗ്മികൾ. ഒരു മനുഷ്യ വിഭാഗമാണ് പിഗ്മികൾ എന്ന് പറയുന്നത്. എവിടെയാണെന്ന് വെച്ചാൽ ആഫ്രിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കോങ്കോ തടം ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തദ്ദേശീയരാണ് പിഗ്മികൾ. ഇതിന്റെ പ്രത്യേകത എന്താണ്? താരതമ്യേന ഉയരം കുറഞ്ഞവരാണ് പിഗ്മികൾ എന്ന് പറയുന്നത്. ഇക്കൂട്ടർ പിഗ്മികൾ പരമ്പരാഗതമായി വേട്ടയാടലാണ് അവരുടെ പ്രധാന ഉപജീവന മാർഗം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുക? കാട്ടിൽ പോയി മൃഗങ്ങളെ വേട്ടയാടിയാണ് അവർ ആ ഭക്ഷണങ്ങളെല്ലാം ശേഖരിക്കുന്നത്. അതുപോലെ തന്നെ മാംസം, മത്സ്യം, വേരുകൾ, പഴങ്ങൾ എന്നിവ അടങ്ങിയതാണ് അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത്. ഒരു ഭക്ഷണക്രമം നാടോടി ജീവിതശൈലിയാണ് പിന്തുടരുന്നത്. ഇലകൾ, പച്ചിലകൾ തുടങ്ങിയ വനവസ്തുക്കൾ നിർമ്മിച്ച ചെറിയ മരച്ചില്ലകളും ഇലകളും കൊണ്ടുള്ള താൽക്കാലിക ചെറിയ കുടിലുകളിലാണ് അവരുടെ താമസം. പിഗ്മികൾ കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. ഓർത്തു വയ്ക്കുക. തീരുമാനങ്ങൾ എടുക്കലും കൂട്ടമായിട്ടാണ് പിഗ്മികൾ എടുക്കുന്നത്. പരമ്പരാഗത തനത് ആചാരങ്ങൾ പാലിക്കുന്നവരാണ് പിഗ്മികൾ എന്ന് ഓർത്തു വയ്ക്കുക. പരിസ്ഥിതി കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പല വിശ്വാസങ്ങളും നിലകൊള്ളുന്നത് എന്ന് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇതിന്റെ ഒരു ഭാഗമാണ്. പിഗ്മികൾ ചോദിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കോങ്കോ തടപ്രദേശങ്ങളിൽ, ഉൾപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തദ്ദേശീയരാണ് പിഗ്മികൾ എന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടി ഓർത്തു വെച്ച് പഠിച്ചോളൂ. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റിങ്ങനെയാണ് ആമസോൺ മേഖലയിലെയും മലേഷ്യൻ ഭൂമധ്യ രേഖാ പ്രദേശങ്ങളിലെയും പാർപ്പിടങ്ങൾ എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. ആമസോൺ തടത്തിൽ ആളുകൾ താമസിക്കുന്നത് മലോഖ ചോദിച്ച് ഓർത്തു വയ്ക്കാം. ആമസോൺ തടത്തിൽ ആളുകൾ താമസിക്കുന്നതാണ് മലോഖ എന്ന പ്രത്യേകതരം വീട്. എവിടെ എന്ന് ചോദിക്കാം. ഇവിടെയാണ് ആമസോൺ തടങ്ങളിലാണെന്ന് ഓർത്തു വയ്ക്കാം. ഈ വീടുകൾ കുത്തനെ ചരിഞ്ഞ മേൽക്കൂരയോട് കൂടിയവയാണ്. ഓലമേഞ്ഞ മേൽക്കൂരയുള്ള വീടുകൾ ഇവിടെ കാണപ്പെടുന്നു. മലേഷ്യയിൽ ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ ഗ്രാമങ്ങളെ കമ്പോങ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് തടികൾ കൊണ്ടാണെന്ന് ഓർത്തു വയ്ക്കുക. മരം, മുള, ഇലകൾ എന്നിവ പാർപ്പിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിനാൽ വീടിനുള്ളിൽ കഠിനമായ ചൂട് അനുഭവപ്പെടുന്നില്ല എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, ഭൂമധ്യരേഖയോട് അടുത്ത് നിൽക്കുന്ന പ്രദേശമാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഈ പോയിന്റ് പറയാൻ കാരണം കേട്ടോ. കഠിനമായ ചൂട് അനുഭവപ്പെടുന്നില്ല. കാരണം എന്ന് പറയുന്നത് മുള, ഇലകള്, മരം എന്നിവ കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ് നിദ്രാരോഗം. എന്താണ് നിദ്രാരോഗം എന്ന് ചോദിക്കാം. ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് നിദ്രാരോഗം, അതായത് സ്ലീപ്പിംഗ് സിക്നസ്. ഈ രോഗം പകരുന്നത് ഈച്ചകളിലൂടെയാണ്. എന്ത് ഈച്ചകൾ എന്ന് വെച്ചാൽ സെസെ എന്ന ഈച്ചകളിലൂടെയാണ് ഇത് പകരുന്നത്. നിദ്രാരോഗം പകരുന്നത് എന്ന് ഓർത്തു വയ്ക്കാം. മധ്യരേഖ മഴക്കാടുകളിൽ കൊതുക് പരത്തുന്ന മറ്റു രോഗമാണ് യെല്ലോ ഫീവർ. അപ്പോൾ യെല്ലോ ഫീവർ പരത്തുന്നത് കൊതുകാണെന്ന് ഓർത്തു വയ്ക്കുക. സാധാരണയായിട്ട് എവിടെയാണെന്ന് വെച്ചാൽ ഭൂമധ്യരേഖ മഴക്കാടുകളിലാണ് ഇത് കൊതുക്, അതായത് യെല്ലോ ഫീവർ കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്നും കൂടി ഈ അവസരത്തിൽ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത് നോക്കേണ്ടത് ഇഗ്ലൂ എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇഗ്ലൂ ചെറിയ ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഇഗ്ലൂ? ട്രാൻസ്റ്റാ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന
ഒന്ന് എക്സിമോകളാണ് ഈ ഇഗ്ലു ഉണ്ടാക്കുന്നത്. മഞ്ഞുകെട്ടുകൾ വെട്ടിയെടുത്ത് അടുത്തിട്ട് വൃത്താകൃതിയിൽ മുകൾ ഭാഗം മകുടം പോലെയും ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന താൽക്കാലിക വാസയിടങ്ങളാണ് ഇഗ്ലു എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഡോഗ് സ്ലെഡ്ജ്? ഗതാഗതത്തിനായി മഞ്ഞിലൂടെ തെന്നി നീങ്ങുന്ന പ്രത്യേകതരം വണ്ടികളാണ്. ട്രെൻഡാൻ പ്രദേശങ്ങളിലെ പലയിടങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. നായകൾ വലിച്ചു കൊണ്ടുപോകുന്ന ഇവയെ സ്ലെഡ്ജുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വയ്ക്കുക, നായകളാണ് സാധാരണ ഇതിൽ എന്ത് ചെയ്യുന്ന സ്ലെഡ്ജുകൾ വലിച്ചു കൊണ്ടുപോകുന്നത് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഉപഭോക്തൃ തർക്ക പരിഹാരം സംവിധാനത്തിന്റെ ഘടന എങ്ങനെയാണ് എന്നാണ് നോക്കേണ്ടത്. ഒരു സ്റ്റേറ്റ്മെന്റ് രീതി തരാം, ഏതിൽ ഏതാണ് തെറ്റ് എന്ന് ചോദിക്കാം. അപ്പം ആദ്യമായിട്ട് വരുന്നത്, ഏറ്റവും ബേസിൽ വരുന്നത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 കോടി മുതൽ കോടി വരെയുള്ള നഷ്ടപരിഹാരം വരുന്ന കേസുകളാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ എന്താണ് എടുക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത സംസ്ഥാന ഉപഭോക്തൃ തർക്കം. അത് കഴിഞ്ഞാൽ അത് പരിഹരിച്ചില്ലെങ്കിൽ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നതാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. അവിടെ 1 കോടി മുതൽ 10 കോടി വരെയുള്ള നഷ്ടപരിഹാര കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത തലത്തിലേക്ക് പോകുന്നു ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. 10 കോടിക്ക് മുകളിലുള്ള നഷ്ടപരിഹാരം വരുന്ന കേസുകളാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ നോക്കുന്നത്. ഏറ്റവും അവസാനം സുപ്രീം കോടതി. ഓക്കെ, ഏറ്റവും അവസാനം ഈ തർക്കങ്ങളെല്ലാം പരിഹരിക്കുന്ന ഏറ്റവും അവസാനത്തെ സ്റ്റേജ് എന്നത് സുപ്രീം കോടതിയാണെന്ന് കൂടി ഓർത്തു വയ്ക്കാം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ചരക്കു സേവന നികുതി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST ഇന്ത്യൻ ഭരണഘടനയുടെ 101 ഭേദഗതിയാണ് ഭാഗമായി 2017 ജൂലൈ 1 മുതലാണ് ഇന്ത്യയിൽ GST നിലവിൽ വന്നത് എന്ന് പഠിച്ചു വയ്ക്കുക. പലതരത്തിലുള്ള നികുതികളെ ഒന്നാക്കിയിട്ട് ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയത്തിലൂടെയാണ് ഈ GST നടപ്പിലാക്കിയെന്ന് ഓർത്തു വയ്ക്കുക. GSTയിൽ 5%, 12%, 18%, 28% ഇങ്ങനെ പല നിരക്കുകളുണ്ട്. ഇതിലെ കറണ്ട് അഫയേഴ്സായിട്ട് പഠിക്കേണ്ടത് 12% ഒഴിവാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് കൂടി പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിൽ നികുതി എങ്ങനെയാണ് വേർതിരിച്ചു പോകുന്നത്, GST എങ്ങനെയാണ് വേർതിരിച്ചു പോകുന്നതെന്ന് ഓർത്തു വയ്ക്കാം. നാം നൽകുന്ന GST എന്തായിട്ട് പോകും? ഒന്ന് ST അഥവാ സ്റ്റേറ്റ് GSTയും അതുപോലെ തന്നെ CGST സെൻട്രൽ GST 50% വെച്ച് 2 ഭാഗങ്ങളിലേക്കും കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനായിട്ട് വേർതിരിച്ചു പോകും. 20 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികൾ തീർച്ചയായിട്ടും എന്തെടുക്കണം? GST രജിസ്ട്രേഷൻ നിർബന്ധമായും എടുത്തിരിക്കണമെന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ശ്രദ്ധിക്കുക. ചിഹ്നങ്ങളും പേര് ബന്ധപ്പെട്ട മേഖല എന്നാണ് നോക്കുന്നത്. എക്സാമിന് ഇനി ഭാവിയിൽ വരുന്നത്, ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ചോദ്യമായി, ഈ അടുത്ത് ചിലപ്പോൾ ചിത്രങ്ങൾ ചെന്നിട്ടോ എന്തെന്ന് ചോദിക്കാം. അതിന്റെ ഭാഗമായിട്ട് ഇതും കൂടെ പഠിച്ചു വയ്ക്കുക. ഇത് ഏത് സിമ്പിൾ എന്ന് ചോദിച്ചാൽ ISI മാർക്കിന്റെ സിമ്പിളാണ് ISI മാർക്ക്. എന്തിനാണ് ISI മാർക്ക് സാധാരണ ഉപയോഗിക്കുന്നത് വെച്ചാൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ് ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനാണ് ISI മുദ്ര നൽകുന്നത്. സാധാരണ ഈ വൈദ്യുത ഉപകരണങ്ങൾ, സിമന്റ്, പേപ്പർ, പെയിന്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് ഈ ചിഹ്നം കാണാം എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത അഗ്മാർക്ക് എന്താണ്? കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്ന ചിഹ്നമാണ് അഗ്മാർക്ക്. അടുത്ത FSSAI ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതാണ് FSSAI എന്നും കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത ഡിമോണിറ്റൈസേഷന്റെ ചോദ്യങ്ങൾ നിലവിലെ എക്സാമുകളിൽ കാണാറില്ല, എന്നാലും വരുന്ന എക്സാമുകളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കാരണം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. 2016 നവംബർ 8 ഇന്ത്യയിൽ അടുത്ത കാലത്തായി ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയതെന്ന് ഓർത്തു വയ്ക്കുക. ഈ വ്യാജ കറൻസികളും അതുപോലെ അഴിമതിയും കള്ളപ്പണവും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു നടപ്പിലാക്കിയത് എന്ന് മാത്രം ഒഴിവായി എന്ന് അനുഭവത്തിൽ നമുക്ക് മനസ്സിലാവും. അന്ന് വരെ നിലവിലുണ്ടായിരുന്ന 500 രൂപ, 1000 രൂപ എന്നീ കറൻസി നോട്ടുകൾ ലീഗൽ ടെൻഡർ അല്ല എന്ന് പ്രഖ്യാപിച്ചു നവംബർ 8. ഓക്കെ, 500 രൂപയുടെയും 2000 രൂപയുടെയും പുതിയ കറൻസികൾ അച്ചടിച്ചിറക്കുകയുണ്ടായി. എന്നാൽ 2000 രൂപ നോട്ട് എന്ത് ചെയ്തു? വീണ്ടും അവർ നിരോധിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ഡിക്ലറേഷൻ ഇല്ലാതെ 2016 നവംബർ 31 വരെ പഴയ നോട്ടുകൾ കൈമാറാൻ കഴിയുമായിരുന്നു. ഡിക്ലറേഷനോട് കൂടി 2017 മാർച്ച് 31 വരെ RBIയിലും നിക്ഷേപിക്കാൻ അവസരമുണ്ടായിരുന്നു. ഈ അവസരത്തിൽ ഒരു കറണ്ട് അഫയേഴ്സ് കൊണ്ട് പറയുകയാണ്.
RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90-ാം വാർഷികമാണ് 2025 ആഘോഷിച്ചത് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയാം. ഓക്കെ, രൂപീകരിച്ചത് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവാം. 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിക്കുന്നത് ആര് എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1835 മുമ്പ് ഇന്ത്യയിൽ രൂപയും നാണയങ്ങളും പണത്തിന്റെ മറ്റു രൂപങ്ങളും ഉപയോഗപ്പെടുത്തിയിരുന്നു. 1 രൂപ നോട്ടും നാണയങ്ങളും ഇന്ത്യ ഗവൺമെന്റ് അച്ചടിച്ചിറക്കുന്നത് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. 1835 ചരിത്ര കൺവെൻഷനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1835 പേപ്പർ കറൻസി ആക്ട് പ്രകാരം പേപ്പർ കറൻസി അച്ചടിക്കാൻ അനുമതി നൽകിയത്. അപ്പോൾ 1835 പേപ്പർ കറൻസി ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്, പേപ്പർ കറൻസികൾ അച്ചടിക്കാൻ അനുമതി നൽകിയത് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത 1906 കോയിനേജ് ആക്ട്, 2011 കോയിനേജ് ആക്ട് എന്നിവ നാണയങ്ങൾ അച്ചടിച്ചിറക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ അധികാരം നിലനിർത്തുന്നതിനാണ് 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത്. അപ്പോൾ 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് ആരാണ്? ഇന്ത്യ ഗവൺമെന്റ് ആണെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത എന്താണ് റിപ്പോ നിരക്കും എന്താണ് റിവേഴ്സ് റിപ്പോ നിരക്കും എന്ന് പഠിച്ചു വയ്ക്കുക. സാധാരണഗതിയിൽ ലോൺ എടുത്തവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. എപ്പോഴും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും എപ്പോഴാണ് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത്, റിവേഴ്സ് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത് എന്താണെന്ന് നോക്കാം. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വാണിജ്യ ബാങ്കുകൾ എവിടെ നിന്നാണ് ലോൺ എടുക്കുന്നത്? നമ്മൾ സാധാരണ വാണിജ്യ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. എന്നാൽ നമുക്ക് ലോൺ തരുന്ന വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നാണ് ലോൺ എടുക്കുന്നത്. അപ്പോൾ റിസർവ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് ഒരു പലിശ ഈടാക്കുന്നുണ്ട്. ആ പലിശയാണ് എന്തറിയപ്പെടുന്നത്? റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് റിവേഴ്സ് റിപ്പോ നിരക്ക്? വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. ഓക്കെ, വാണിജ്യ ബാങ്കിൽ എവിടെ നിക്ഷേപിക്കും? റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കും. നിക്ഷേപിക്കുമ്പോൾ അവർക്ക് പലിശ ലഭിക്കും. ആ പലിശയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നുകൂടി പഠിച്ചു വയ്ക്കുക. അടുത്ത് നോക്കേണ്ടത് ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി എന്താണെന്നും പണനയം അഥവാ മോണിറ്ററി പോളിസി എന്താണെന്ന് നോക്കാം. ഓക്കെ, നികുതി ചുമത്തൽ, ഗവൺമെന്റ് ചെലവുകൾ എന്നിവയെ സംബന്ധിച്ച നയമാണ് ഏത്? ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി എന്ന് ഓർത്തു വയ്ക്കുക. പണത്തിന്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ച നയമാണ് പണനയം എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം KSB. കേരളത്തിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമാണ് KSB. നിലവിൽ വന്ന വർഷം 1969 എന്ന് ആലോചിച്ച് വയ്ക്കാം. അപ്പോൾ സ്വർണ്ണ പണയം അതുപോലെ തന്നെ വ്യക്തിഗത വായ്പ ഇതെല്ലാം നൽകുന്ന ഒരു കേരളത്തിലെ ഒരു ധനകാര്യ സ്ഥാപനം, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണ് KSB എന്നുകൂടി ഓർത്തു വയ്ക്കാം. ഓക്കെ, അടുത്ത് നോക്കേണ്ടത് കേരള ബാങ്ക്. കേരള ബാങ്കിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ശ്രീമൂലം തിരുനാൾ രാജാവിന്റെ കാലത്ത് 1914 തിരുവിതാംകൂർ സഹകരണ സംഘം നിയന്ത്രണങ്ങൾ നിയമത്തിലൂടെ 1915 തിരുവനന്തപുരത്ത് കേന്ദ്ര സഹകരണ ബാങ്കായി രജിസ്റ്റർ ചെയ്തത് മുതലാണ് കേരള ബാങ്ക് ആരംഭിക്കുന്നതെന്ന് ഓർത്തു വയ്ക്കുക. പ്രവർത്തനം ആരംഭിച്ചത് 1916 നവംബർ 18 ബാങ്കായി പ്രവർത്തനം തുടങ്ങി. 1966 ജൂലൈയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ആക്ട് പ്രകാരം 2ാം പട്ടികയിൽ ഉൾപ്പെടുത്തി. 2019 കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള സംസ്ഥാന സഹകരണ ബാങ്കായി മാറുകയും കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു എന്ന് ഓർത്തു വയ്ക്കുക. എത്ര ബാങ്കുകൾ? 2019 13 ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള സഹകരണ ബാങ്കായിട്ട് മാറി എന്ന് ഓർത്തു വയ്ക്കുക. കേരള ബാങ്കുകൾ 823 ശാഖകളിലായി 14 ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്നു എന്ന് ഓർത്തു വയ്ക്കുക. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ബാങ്കിന്റെ ഓഹരിയിൽ 40% കേരള ഗവൺമെന്റിനും 30% ജില്ലാ സഹകരണ ബാങ്കിനും 30% മറ്റുള്ളവർക്കുമാണെന്നും കൂടി ഈ അവസരത്തിൽ ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത ഭാഗത്തിൽ വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.